നല്ല സബ്ജക്റ്റ്, നല്ല അഭിനയം, എല്ലാം കൊണ്ടും കൊള്ളാം. സൂപ്പർ പടം. അർജുന അശോകൻ്റെ. താങ്ക് യു. ഒരു ഹൃദയസ്പർശിയ സിനിമ കാണാൻ പറ്റും. സാധാരണ നമ്മൾ 80 അവസാനം സത്യൻ തിക്കാട് അല്ലെങ്കിൽ ഷിബി മലയിൽ ഫാസ്റ്റിൽ അവരെ ചെയ്യുന്ന ഒരു ഫിലിം പോലെയുണ്ട്. വളരെ സമൂഹ പ്രതിബിൻ്റെ ടോപ്പിക്കാണ്. കല്യാണം കഴിച്ച കപ്പിൾസ് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലിയുടെ ആവശ്യം, ഇപ്പോൾ പല ആൾക്കാർ ഫാമിലി വേണ്ട, കല്യാണം കഴിച്ച പിള്ളേർ വേണ്ട, അതിനെ മാറ്റമായിട്ട് ഒരുപാട് നല്ലൊരു ഹാർട്ട് ടച്ചിങ് മൂവി. വളരെ എല്ലാവരും അഭിനയം, ആളപ്പുറമേടെല്ലാം അമ്മയായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അർജുന അശോകൻ, മൃദുൽ നായർ ഡയറക്ടറായ ആൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തുക്കൂരായിട്ട് അഭിനയിച്ച നവാസ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നായിക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല മൂവി. ഇത് ഭയങ്കര ഹിറ്റായി. ഡൊമിനിക് പോലെ ഒന്നല്ല, ആദ്യം എനിക്ക് തോന്നി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കല്യാണം കഴിച്ച അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതിപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാണ് നല്ലൊരു പടമാണ്. ഡയറക്ടർ, റൈറ്റർ എല്ലാവർക്കും സിനിമ കണ്ട എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കായിട്ട് തോന്നുന്നുണ്ട് കഥയുടെ ഒരു കോൺസെപ്റ്റ്. തീർച്ചയായും നിങ്ങൾ പടം കണ്ടതല്ലേ? അർജുനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് അർജുൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ്റെ കൂടെ ഒരു ഹീറോയിനായിട്ട് തന്നെ ചാൻസ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ലൈക്ക് എല്ലാവരും, മാല ചേച്ചി, മൃദുലേട്ടൻ, നവാസക്ക, ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇതിൽ മൊത്തം പെർഫോം ചെയ്തിട്ടുള്ളത്. രസമായിരുന്നു. ക്യാരക്ടറിനെ പറ്റി എന്താ പറയുക? ശാലിനി എല്ലാ പെണ്ണുങ്ങളും പോലൊരു ഒരു പ്രത്യേകിച്ച് എനിക്കങ്ങനെ എല്ലാ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഏതൊരു പെണ്ണും സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഒരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പുറത്തു നിന്ന് ആൾക്കാർ അവരുടെ ഇടപെടൽ കൊണ്ടാണ് അവരുടെ കുടുംബജീവിതം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. സോ ഈ ഒരു സ്ട്രഗിളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു പെൺകുട്ടിയാണ് ശാലിനി. ഏതൊരു പെണ്ണിനെയും പോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ സിനിമ കാണുന്ന ആൾക്കാർ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരിചയത്തിലുള്ള ആരുടെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കും ശാലിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറി. അൻപോട് കൺമണി നല്ലൊരു സിനിമയാണ്, ഫാമിലി മൂവിയാണ്. നമുക്ക് അതായത് കുടുംബമായിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലൊരു സിനിമയാണ്. അർജുൻ ആസ് യൂഷ്വൽ, നമ്മൾ അർജുൻ്റെ പെർഫോമൻസ് എപ്പോഴും ഏറ്റവും മികച്ചിനെ നിൽക്കേണ്ട ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് അർജുൻ ചെയ്യാറുണ്ട്. ഇതിനകത്ത് അതുപോലെ തന്നെയാണ്. ഒരു ഫാമിലി മൂവി, എല്ലാവർക്കും ഭയങ്കര വർക്കാവുന്നൊരു പടം. നല്ലൊരു സിനിമ, ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിനിമ. സോറി, ഫാമിലി ഓഡിയൻസിന് അതെ ഒരു ഫാമിലി മൂവിയാണ്. 2005 ഒരു ഫാമിലി മൂവി, കുറച്ച് കാലത്തിന് ശേഷം ഇറങ്ങുന്നൊരു സിനിമ, ഫാമിലി പടം. കൊള്ളാം. ആക്ച്വലി ഞാനൊരു ആക്ടിങ്ങിൻ്റെ ട്രെയിനറാണ്. ഇപ്പം അർജുന ഇങ്ങനെയൊക്കെ ഒരു സ്ക്രീനിൽ കാണുന്നത് ഭയങ്കര വെരി വെരി ഹാപ്പി. ബിക്കോസ് എന്താ പറയുക, ഓരോ സ്റ്റോറി തിരഞ്ഞെടുക്കുന്നതിലും അത് പോർട്രേറ്റ് ചെയ്യുന്നതിലും ആക്ടർ കാണിക്കുന്നൊരു ഭയങ്കര രസമുള്ളൊരു മൊമെൻ്റ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് പോർട്രേറ്റ് ഉണ്ട്. ഇപ്പോൾ സ്റ്റോറി ലൈൻ ആണെങ്കിലും ഭയങ്കര രസമുള്ളൊരു ഫാമിലി മൂവിയാണ്. നമുക്ക് ഫീലാവും ഭയങ്കര ഒരു പ്രേക്ഷകൻ. ഞാനും ഇതുപോലത്തെ ഒരു മൊമെൻ്റ് ആഗ്രഹിച്ച ഒരാളാണ്. അങ്ങനത്തെ ഒരു മൊമെൻറ്റിലേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്കുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ട് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല്. അത് സ്റ്റോറി പറയുന്നതല്ല, പടം കാണണം. അത് മസ്റ്റ് വാച്ചാണ്. ഒരു പക്ക ഫാമിലി പടം. ഭയങ്കരമായിട്ട് വിഷമമായി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഡിഷനിലൂടെയാണ് സെലക്ട് ആയിട്ടുണ്ടായത്. അങ്ങനെ ഷുക്കൂറിൻ്റെ വൈഫായ സുഹറ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തത്. അപ്പം ഒരു ഫാമിലി മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു.